ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പുള്ളിക്ക് തീരെ താല്പര്യമില്ല. പുള്ളിക്ക് ഒട്ടും ഒരു വിശ്വാസമില്ല. പുള്ളിയുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഡയറക്റ്റ് ത്രെട്ട് അല്ലെങ്കിൽ ബാർഗെയിൻ, നെഗോസിയേഷൻ, ഇതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ ഡിപ്ലോമസിക്ക് സ്ഥാനം. പുള്ളി ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ എടുക്കുകയാണെങ്കിൽ അത് റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ഇറാൻ, അങ്ങനെയുള്ള രാജ്യങ്ങൾ, നമ്മൾ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾ ഇല്ലേ. അപ്പം ഇതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെ എല്ലാം അദ്ദേഹം പിന്നെ ഭീഷണി പല മേഖലകളിൽ പല സെക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഭീഷണികൾ മുഴക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്കെതിരെയും അദ്ദേഹത്തിന്റെ ഈ ഒരു ത്രട്ട് അല്ലെങ്കിൽ ഭീഷണി ഉണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സൗദി അറേബ്യ അമേരിക്ക തമ്മിലുള്ള റിലേഷൻസ് വേൾഡ് വാർ രണ്ടിന് ശേഷം വളരെ അന്ന് മുതൽ ഇന്നുവരെ വളരെ സ്ട്രോങ് ആയിരുന്നു. കാരണം സൗദി അറേബ്യയെ മിലിറ്ററിലി പ്രൊട്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ സ്റ്റെബിലിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ സൗദി അമേരിക്കൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള റിലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം സൗദിക്ക് വേണ്ട മിലിറ്ററി പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അതിന് പകരം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് തടസ്സമില്ലാതെ ഓയിൽ എനർജി അമേരിക്കയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളൊരു പോളിസി അല്ലെങ്കിൽ സ്ട്രാറ്റജി തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് US സൗദി റിലേഷൻ ഈ കഴിഞ്ഞ ഇത്രയും ദശാബ്ദങ്ങളായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം റിലേഷൻസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രംപിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഒരു ഹാർഡ് ബാർഗെയിനറോ അല്ലെങ്കിൽ ഒരു ഹാർഡ് നെഗോഷിയേറ്റർ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അപ്പം സൗദിയെ അതുപോലെ തന്നെ ഒപ്പക്കിനെ ട്രംപ് പ്രഷർ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുന്നത് ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക. അപ്പോൾ ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുന്നതുകൊണ്ട് എണ്ണയുടെ വില കുറയും. അപ്പോൾ എണ്ണയുടെ വില കുറയുന്നത് ഒന്ന് രണ്ട് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എണ്ണയുടെ വില കുറയ്ക്കുവാൻ അല്ലെങ്കിൽ വില കുറഞ്ഞു കാണുവാൻ ട്രംപ് സൗദി നേതൃത്വം കൊടുക്കുന്ന ഒപ്പക്കിനെ പ്രഷർ ചെയ്യുന്നതാണ്. അപ്പം ജാനുവരി 23 ഡവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് US പ്രസിഡന്റ് ഈ ഒപ്പക്കിനോട് ഡിമാൻഡ് ചെയ്തത് ക്രൂഡ് ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് പറഞ്ഞു. അതായത് വില കുറയ്ക്കുവാൻ വേണ്ടി ക്രൂഡ് ഓയിലിന്റെ ഗ്ലോബൽ പ്രൈസ് കുറയ്ക്കുവാൻ വേണ്ടി ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുള്ള ഡിമാൻഡ് ഒപ്പക് നേഷൻസിനോട് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും. ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് കുറഞ്ഞാൽ യുക്രൈൻ റഷ്യൻ യുദ്ധം നിൽക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവന്യൂ സോഴ്സ് അല്ലെങ്കിൽ വരുമാന മാർഗം ഓയിലാണ്. അപ്പോൾ ഓയിലിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുടെ കയ്യിലേക്ക് എത്തുന്ന സമ്പത്തിന്റെ അളവ് കുറയുകയും അതുമൂലം റഷ്യക്ക് യുദ്ധം ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ അത് വലിയൊരു ഇടിവ് വരുത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പറയുന്നത് പ്രൈസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യ യുക്രൈൻ വാർ പെട്ടെന്ന് തന്നെ നിൽക്കും. അപ്പം റഷ്യ യുക്രൈൻ വാർ തുടർന്നുകൊണ്ട് പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വില കൂടുതലായി നിലനിൽക്കുന്നുണ്ടാണ് എന്നാണ് പറയുന്നത്. രണ്ടാമതല്ല, ഇത് രണ്ടാമത്തെ കാരണമാണ്. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയെ ഒരു എനർജി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറ്റി എടുക്കുക. എന്താ വെച്ചാൽ സൗദി പോലുള്ള ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ എനർജിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഓയിലിന് വേണ്ടി, അല്ലെങ്കിൽ ഒപ്പക് നേഷൻസിനെ ആശ്രയിക്കാതെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട്, അല്ലെങ്കിൽ ഓയിലിന്റെ കാര്യത്തിൽ, എനർജിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കുക എന്നുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ടാണ് ട്രംപ് ഈ ഒരു പോയിന്റ് മുന്നോട്ട് വെക്കുന്നത്.
അപ്പൊ ഇതിനകത്തിൽ 2022 റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയപ്പോൾ G7 നേഷൻസ്, പ്രത്യേകിച്ച് G7 നേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെവൻ, അതായത് അമേരിക്ക, ജപ്പാൻ, കാനഡ, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ പറഞ്ഞ 7 രാജ്യങ്ങളാണ് G7 വരുന്നത്. അപ്പൊ ഈ ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് എന്ന് പറഞ്ഞാണ് ഗ്രൂപ്പ് ഓഫ് സെവൻ നേഷൻസ്, G7 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. പക്ഷെ അതിൽ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഒക്കെ ഉണ്ട്. കാരണം ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൈനയും ഇന്ത്യയും ഒക്കെ GDP വെച്ച് നോക്കുമ്പോൾ ഇറ്റലിയെക്കാളിലും കാനഡയെക്കാളിലും ഒക്കെ വളരെ മുൻപിലാണ്. പ്രത്യേകിച്ച് ചൈന, നമ്മുടെ ഇന്ത്യയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തന്നെയും ചൈന ഈ പറഞ്ഞ രാജ്യങ്ങളെക്കാളിലൊക്കെ തന്നെ വളരെയധികം ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഈ ഗ്രൂപ്പിനകത്തിലില്ല. അപ്പോൾ ഇത് ഹൈലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള നേഷൻസിന്റെ ഗ്രൂപ്പിംഗ് അല്ല, മറ്റ് ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് സെവൻ നേഷൻസ് അല്ലെങ്കിൽ G7 നേഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് ഈ റഷ്യൻ എക്സ്പോർട്ട് കുറയ്ക്കുവാനും അല്ലെങ്കിൽ റഷ്യയുടെ ഓയിൽ എക്സ്പോർട്ട് കുറയ്ക്കുവാനും, പ്രത്യേകിച്ച് റഷ്യയുടെ എക്സ്പോർട്ട് കൂടുതലും യൂറോപ്പിലേക്കാണല്ലോ. യുക്രൈൻ വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റഷ്യയുടെ ഓയിലും ഗ്യാസും ഏറ്റവും കൂടുതൽ ഒഴുകിക്കൊണ്ടുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അവര് $60, ഒരു ബാരലിന് $60 എന്നുള്ളൊരു ക്യാപ്പ് അല്ലെങ്കിൽ ഒരു സീലിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഓണേഴ്സിനെയും അതുപോലെ തന്നെ ഇൻഷുറൻസുകാരെയും ഒക്കെ പിന്നെ അവർക്ക് ഈ ഒരു കോസ്റ്റിൽ ഷിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻഷുർ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയുടെ ഓയിൽ കച്ചവടം ചെയ്യുന്നതിൽ നിന്നും അവർക്ക് പിന്മാറേണ്ടി വരും. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ഷിപ്പ് ഓണേഴ്സിനെയും ഇൻഷുറൻസ് ഓണേഴ്സിനെയൊക്കെ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയൊക്കെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി റഷ്യൻ ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ക്യാപ്പ്, കാരണം $60 പെർ ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പൊതുവെ എന്നുള്ളതാണ്. കാരണം ഈ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി റഷ്യൻ ഓയിൽ, അപ്പം ആ ത്രഷോൾഡിന് മുകളിൽ, ത്രഷോൾഡ് $60 മുകളിൽ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് പറഞ്ഞ ഓയിൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ റഷ്യയുടെ പക്കൽ മറ്റ് പല അടവുകളും ഉള്ളതുകൊണ്ട് അവർ മറ്റ് പല രീതികൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു തടസ്സത്തെ അവർ മറികടന്നു. അമേരിക്കയുടെയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെയൊക്കെ സാങ്ഷൻസ് അല്ലെങ്കിൽ പ്രഷേഴ്സ്, സമ്മർദ്ദമൊക്കെ ഫലപ്രദമായിട്ട് റഷ്യ അത് അതിജീവിച്ചു കഴിഞ്ഞ ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പം റഷ്യ ഈ പറഞ്ഞ ഓയിൽ വിറ്റ് ഇഷ്ടം പോലെ ബില്യൺസ് ഡോളേഴ്സിന്റെ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ റവന്യൂ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിനെ റഷ്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പം അത് ഓയിലിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്ക് അത് വൻ തിരിച്ചടിയാകുകയും റഷ്യ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് മാറി ഒരു പീസ് ട്രീറ്റി അല്ലെങ്കിൽ സമാധാന കരാർ അല്ലെങ്കിൽ ഉടമ്പടി ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു അസസ്മെന്റിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ കൂടുതൽ ഓയിൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുകയും അതുവഴി ക്രൂഡ് ഓയിൽ വിറ്റ് കാശുണ്ടാക്കുന്ന രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യ, വൻ തിരിച്ചടിയായി മാറും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ട്രംപ് ഒപെക് നേഷൻസിനോട് ഈ പറഞ്ഞ ഓയിലിന്റെ പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് അമേരിക്കയിൽ ഓയിലിന്റെ പ്രൊഡക്ഷൻ എക്സ്പ്ലോറേഷൻ ഒക്കെ വൻതോതിൽ നടക്കുന്നുണ്ട്. ഏകദേശം അമേരിക്കയ്ക്ക് ഇപ്പം മറ്റു രാജ്യങ്ങളെയൊന്നും ആശ്രയിക്കേണ്ട വലിയ ആവശ്യമില്ല. അപ്പം അതും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ഡൊമസ്റ്റിക് ആഭ്യന്തര ഓയിൽ പ്രൊഡക്ഷനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു പ്രഖ്യാപനം കൂടാണ് എന്നുള്ളത്. അപ്പൊ അതിനകത്തില് ഈ ട്രംപ് ഒപെക് നേഷൻസിനോട് ഓയിലിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടണം എന്ന് പറയുമ്പോൾ തന്നെ കൂട്ടി ഓയിലിന്റെ വില കുറയുകയാണെങ്കിൽ ഏകദേശം ഒരു $50 പെർ ബാരലൊക്കെ ആകുകയാണെങ്കിൽ അമേരിക്കൻ കമ്പനിയെ സംബന്ധിച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അമേരിക്കൻ കമ്പനികൾ ഇപ്പം തന്നെ അവർക്ക് ഒരു ബാരൽ ഓഫ് ക്രൂഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ $25 മുതൽ $40 വരെ അവർക്ക് ചിലവാക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട്
ക്രൂഡ് ഓയിലിന്റെ വില വളരെ താഴേക്ക് വരികയാണെങ്കിൽ, $50 പെർ ബാരലോ അല്ലെങ്കിൽ അതിലും താഴേക്ക് വരികയാണെങ്കിൽ, അമേരിക്കൻ കമ്പനികൾക്ക് അവരുടെ ഉൽപ്പാദന ചെലവ് ഏകദേശം 25 മുതൽ 40 വരെ ഉള്ളതുകൊണ്ട്, അല്ലെ ആകുമെന്നുള്ളത് കൊണ്ട്, അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രഷറിന്റെ, സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഈ ഒപെക് നേഷൻസ്, സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് സ്റ്റേറ്റ്സ്, നേഷൻസ് ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് കൂട്ടുകയാണെങ്കിൽ, ഓയിലിന്റെ വില കുറയുകയാണെങ്കിൽ, തൽഫലമായിട്ട് അമേരിക്കൻ കമ്പനികൾക്ക് അത് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റും. പക്ഷേ ഒപെക് നേഷൻസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ബാരൽ $10 താഴെ അവർക്ക് ഉൽപ്പാദന ചെലവായിട്ട് നിർത്തിക്കൊണ്ട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം ഡോളറിന്റെ ക്രൂഡ് ഓയിലിന്റെ വില സാമാന്യം നല്ല രീതിയിൽ കുറഞ്ഞാൽ തന്നെയും ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അമേരിക്കൻ ഓയിൽ പ്രൊഡ്യൂസേഴ്സിനെ, മാനുഫാക്ചറേഴ്സിനെ അത് വലിയൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ മാനുഫാക്ചറേഴ്സ് ആയിരിക്കും. കാരണം അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഗൾഫ് സ്റ്റേറ്റ്സിനെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില താഴേക്ക് വരികയാണെങ്കിൽ $50 ഈവൻ $40 പെർ ബാരലിനാകുകയാണെങ്കിൽ തന്നെയും സൗദി പോലുള്ള ഗൾഫ് ഒപെക് നേഷൻസിന് അത് വലിയ പ്രശ്നമാകത്തില്ല. അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അമേരിക്കൻ മാനുഫാക്ചറേഴ്സിന് അല്ലെങ്കിൽ അമേരിക്കൻ പ്രൊഡ്യൂസേഴ്സിന് അവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് അവർക്ക് ക്രൂഡ് ഓയിലിന്റെ വില കുറയുകയാണെങ്കിൽ, താഴേക്ക് വരികയാണെങ്കിൽ, അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ലാഭം വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റൊരു പ്രധാന ഘടകമാണത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ ഡൊമസ്റ്റിക് ആഭ്യന്തര ഉൽപാദകർ ഇങ്ങനെ ഈ കൂടുതൽ ക്രൂഡ് ഓയിലിന്റെ വില താഴേക്ക് വരുന്നതിനോട് അവർക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ ട്രംപിന്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് ഒരു എനർജി ഇൻഫ്ലുവൻസ് ഉണ്ടാകുക, എന്നുവെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാതെ, അതുപോലെ തന്നെ യുക്രൈൻ വാർ റിസോൾവ് ചെയ്യുക. കാരണം ട്രംപ് പറയുന്നത് യുക്രൈൻ വാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിലേക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ റഷ്യക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റഷ്യക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഓയിൽ പ്രൈസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ അമേരിക്കയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ നിയന്ത്രിച്ച്, മറ്റുള്ള രാജ്യങ്ങളെ സ്വാധീനിച്ച് അവരുടെ സൂപ്രമസി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ലോകത്ത് നിലനിർത്തുക എന്നുള്ള ഒരു പ്രധാന പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ അമേരിക്ക പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളും കേൾക്കണം. അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇതുപോലെ വളരെ തന്ത്രപരമായിട്ടുള്ള മേഖലകളിൽ പ്രാധാന്യമുള്ള രാജ്യങ്ങൾ, ഇപ്പം എനർജിയുടെ കാര്യത്തിൽ ഓയിലിന്റെ, ഗ്യാസിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കണം എന്നുള്ള ഒരു പ്രശ്നം കൂടെ അമേരിക്കയ്ക്കുണ്ട്. അപ്പം അതുകൂടെ കണക്കിലെടുത്താണ് ട്രംപ് ഈ ഒപെക് നേഷൻസിനോട് ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചത്. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ലോകത്തെ രണ്ട് ഡിവിഷൻസ് ആണ്, ഗ്ലോബൽ സൗത്തും ഗ്ലോബൽ നോർത്തും. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് നേഷൻസ്, പൂവർ നേഷൻസിന്റെ എല്ലാം ഒരു ക്ലാസ് ആണ് ഗ്ലോബൽ സൗത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗ്ലോബൽ നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള, ജപ്പാൻ ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ നേഷൻസ്, ഡെവലപ്ഡ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള നേഷൻസിന്റെ ഒരു സെക്ടറാണ് ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ സൗത്തിനെതിരെ അമേരിക്കയുടെ ശക്തി കാണിക്കുവാനും കൂടെയാണ്. സൗദി അറേബ്യയൊക്കെ ഗ്ലോബൽ സൗത്തിനകത്ത് വരുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. റിച്ച് ആയിട്ടുള്ള രാജ്യമാണെന്ന് പറയുമെങ്കിൽ തന്നെയും, ഓയിലിന്റെ റിസോഴ്സ് കൊണ്ട് റിച്ച് ആണെങ്കിൽ തന്നെയും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് സൗദി അറേബ്യ പോലുള്ള ഗൾഫ് നേഷൻസ് എല്ലാം തന്നെ. അപ്പം ഗ്ലോബൽ സൗത്തിനെ എപ്പോഴും അമേരിക്ക, വെസ്റ്റേൺ നേഷൻസ് അവരുടെ ചൊൽപ്പടിയിൽ നിർത്തുവാനാണ് എന്നും അവർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അവരുടെ വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പം ഉദാഹരണത്തിന് IMF, വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ അതുപോലുള്ള പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിച്ച് ഗ്ലോബൽ സൗത്തിനെ എപ്പോഴും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കടക്കണിയിലും ഒക്കെ ആക്കി നിലനിർത്തുക എന്നുള്ളൊരു തന്ത്രവും അല്ലെങ്കിൽ ലക്ഷ്യവും കൂടെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഓയിൽ വാർ അല്ലെങ്കിൽ ബാറ്റിൽ ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. കാരണം ഓയിലിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെല്ലാം കുറയുകയും
രാജ്യങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങളെയൊക്കെ അത് വളരെ കൂടുതൽ ബാധിക്കുകയൊക്കെ ചെയ്യും. റഷ്യയെ കൺട്രോൾ ചെയ്യാം, റഷ്യയെ പ്രഷർ ചെയ്യാം. അപ്പം റഷ്യക്ക് വരുമാനം കുറയുമ്പോൾ റഷ്യ ബാറ്റിൽ ചെയ്യാൻ യുക്രൈൻ വാറിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് റഷ്യക്ക് ആം, നിലനിൽക്കേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ മുന്നിലോട്ട് വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ട്രംപ് ഈ ഒരു പ്രശ്നം ഒപെക് നേഷൻസിനോട് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ബ്രിക്സ് നേഷൻസിനെതിരെയൊക്കെയുള്ള ഭീഷണികൾ നമുക്കറിയാവുന്നതാണ്. കാരണം ബ്രിക്സ് നേഷൻ സ്വന്തമായിട്ട് കറൻസി തുടങ്ങുകയാണെങ്കിൽ അവർക്കെതിരെ 100% ടാരിഫ് ഏർപ്പെടുത്തും എന്നൊക്കെയുള്ളൊരു ഭീഷണി ട്രംപ് നേരത്തെ തന്നെ മുഴക്കിയിരുന്നു. അപ്പോൾ ഡോളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെയുണ്ട് ട്രംപിൻ്റെ. അമേരിക്കൻ ഡോമിനൻസിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ സർവാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡോളറിൻ്റെ സ്ട്രെങ്ത് ആണ്. ഡോളർ ഒരു ഗ്ലോബൽ റിസർവ് കറൻസി ആയിട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് അമേരിക്കയുടെ സൂപ്രമസി അല്ലെങ്കിൽ അമേരിക്കയുടെ ലീഡർഷിപ്പ്. അപ്പോൾ ഡോളർ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ അമേരിക്ക കൊളാപ്സ് ആകും. അപ്പോൾ ഡോളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിർത്തുക എന്നുള്ളൊരു പിന്നെ പ്രധാനപ്പെട്ടൊരു പോളിസി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ ബ്രിക്സ് പല സമയത്തും ഡീ ഡോളറൈസേഷൻ, അതുപോലെ തന്നെ മറ്റ് ഒരു പ്രത്യേക കറൻസി ഉണ്ടാക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള ഒരു പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെതിരെയൊക്കെയാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. അങ്ങനെ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രിക്സ് നേഷൻസ് ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്ക് മുകളിൽ 100% ടാരിഫ് ഏർപ്പെടുത്തും എന്നുള്ളൊരു ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രംപ് റഷ്യയും ചൈനയും രണ്ട് രീതിയിലുള്ള റൈവൽസ് ആയിട്ടാണ് കാണുന്നത്. റഷ്യ മിലിറ്ററി ടേംസിലെ റൈവലായിട്ടും ചൈന ഇക്കണോമിക് ആയിട്ട് സാമ്പത്തിക ഒരു ഇക്കണോമിക് കോമ്പറ്റീറ്റർ ആയിട്ടാണ് കാണുന്നത്. ചൈന ഇത് ഒരു മിലിറ്ററി ടേംസിൽ അമേരിക്ക ഒരു റൈവലായിട്ട് അല്ലെങ്കിൽ എതിരാളിയായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മിലിറ്ററി ടേംസിൽ അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ എതിരാളിയായിട്ട് കാണുന്ന റഷ്യയാണ്. ചൈനയെ സാമ്പത്തിക മേഖലയിലും ആണ് എതിരാളിയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് ലോക ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെയൊക്കെ UN, അതുപോലെ തന്നെ മറ്റ് ഇന്റർനാഷണൽ ഏജൻസീസിനെതിരെയൊക്കെ ട്രംപ് ഉള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നതാണ് കാണുന്നത്. ഏതാണ് പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UN നിന്ന് വിഡ്രോ എന്നൊക്കെ പറയുന്നത്, നേറ്റോയിൽ നിന്ന് വിഡ്രോ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം ടാക്ടിക്സ് അല്ലെങ്കിൽ സെയിം തന്ത്രം തന്നെ ഈ ഒപെക് അല്ലെങ്കിൽ ബ്രിക്സ് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരെയൊക്കെ തന്നെ ട്രംപ് പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ ഈ ഭീഷണിയൊന്നും ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി, അമേരിക്കയുടെ ഭീഷണി പഴയ പോലെ ഒന്നും മറ്റു രാജ്യങ്ങൾ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സൗദി അറേബ്യയും ഗൾഫ് നേഷൻസും ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടം അമേരിക്കയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ചില മേഖലകളിൽ അവർ തമ്മിൽ ചില കോൺഫ്ലിക്റ്റുകൾ, ഡ്രിഫ്റ്റ്, വ്യത്യാസങ്ങൾ ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സൗദിയെ അമേരിക്ക കുറെ കാലമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രായേലുമായിട്ട് ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള റിലേഷൻസ് സ്ഥാപിക്കുവാൻ വേണ്ടി. അത് സൗദി അവരുടെ ഡൊമസ്റ്റിക് പോപ്പുലേഷൻ്റെ എതിർപ്പ് ഭയന്ന്, അല്ലെങ്കിൽ ആ ഒരു റീജിയനിലുള്ള മറ്റ് സുന്നി കമ്മ്യൂണിറ്റീസിൻ്റെ ഒക്കെ എതിർപ്പുകൾ ഭയന്ന് സൗദി ഇതുവരെ അതിന് പൂർണ്ണമായിട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം. UAEയും ഇസ്രായേലും തമ്മിൽ ഏകദേശം റിലേഷൻസ് ഒക്കെ മോറോർലെസ് ഏറെക്കുറെ ഫുൾ ഫ്ലഡ്ജഡ് ആയിക്കഴിഞ്ഞു. പക്ഷേ സൗദിയെ അമേരിക്ക കുറെ കാലമായിട്ട് വളരെ തന്ത്രപരമായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രഷർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇസ്രായേലുമായിട്ടുള്ള റിലേഷൻസ് സൗദി പുനഃസ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ സൗദിക്ക് കൂടുതൽ വളരെ മോഡേൺ ആയിട്ടുള്ള, സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള മിലിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുക്കാമെന്നൊക്കെ ഉള്ളൊരു വാഗ്ദാനങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ പ്രഷർ ഗൾഫ് നേഷൻസ് എങ്ങനെയാണ് ഈ അമേരിക്കയിൽ നിന്നുള്ള പ്രഷർ അവർ വിസ്റ്റാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ അവർ ന്യൂട്രലൈസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും കാണാം. ഇപ്പം 2017 കണ്ട് ഖത്തറിനെതിരെ ഉപരോധം വന്നപ്പോൾ ഖത്തർ അത് എങ്ങനെ ഫലപ്രദമായിട്ട് അതിനെ അതിജീവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അമേരിക്ക, അന്ന് ട്രംപ് ആയിരുന്നു തോന്നുന്നു, അത് തന്നെ ട്രംപിന്റെ സമയത്തായിരുന്നു തോന്നുന്നു, പെട്ടെന്ന് തന്നെ അമേരിക്കയുമായിട്ട് ഒരു മിലിറ്ററി ഡീല് ഉണ്ടാക്കുകയും, മിലിറ്ററി ഡീൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന്
ഇത്ര ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ വാങ്ങി അമേരിക്കയെ സൂചിപ്പിച്ചിട്ട് ഖത്തർ ആ ഒരു പ്രശ്നത്തിൽ നിന്നും വളരെ തന്ത്രപൂർവം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഗൾഫ് നേഷൻസ് അല്ല, ഗൾഫ് സ്റ്റേറ്റ്സ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ഇതുപോലൊരു ഡീല് ഉണ്ടാക്കും. അപ്പം അമേരിക്കയെ ആ രീതിയിൽ അവർക്ക് തീർച്ചയായിട്ടും പ്ലീസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇവിടെയും സൗദി ചെയ്യുന്നത് ഏകദേശം 600 ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ സൗദി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രംപ് പറയുന്നത് 600 ബില്യൺ പോരാ, അത് 1 ട്രില്യൺ ഡോളർ ആക്കണം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ട്രംപ് പറയുന്നത്. കാരണം ട്രംപ് എപ്പോഴും ഒരു ഹാർഡ് ബാർഗെയിൻ ആണ്, ഹാർഡ് നെഗോഷിയേറ്റർ ആണ്. പുള്ളി ഈസിലി പുള്ളിയെ പെട്ടെന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല. ഇത്ര പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് ബാർഗെയിൻ ചെയ്യുകയും അല്ലെങ്കിൽ വെട്ടി തുറന്ന് പറയുകയൊക്കെ ചെയ്യുന്നൊരു അമേരിക്കൻ പ്രസിഡന്റ് ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പം 600 ബില്യൺ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് സൗദി പിന്നെ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ സമാധാന ചർച്ചകളിലൊക്കെ സൗദി ഏർപ്പെടുന്നുണ്ട്. റിയാദ് വെച്ചാണ് ഈ പറഞ്ഞ സമാധാന ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ അമേരിക്കയുടെ ഒരു ഗുഡ് ബുക്സിലെ സൗദി ആം, ആ ഒരു പേര് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാം. പക്ഷെ എന്നിരുന്നാലും ഈ ട്രംപിന്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇതുപോലുള്ള പ്രഷർ, സമ്മർദ്ദങ്ങൾ, ഭീഷണികൾക്കൊന്നും സൗദി അറേബ്യ അല്ലെങ്കിൽ അതുപോലുള്ള ഈ ഈവൻ UAE ആയപ്പോലും അവരൊന്നും അങ്ങനെ വഴങ്ങുന്നതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അവരവരുടേതായിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും എല്ലാ പ്രൊപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നതും അതുപോലെ തന്നെ അവർ കോപ്പറേറ്റ് ചെയ്ത് നടത്തുന്നതല്ല. അപ്പം ഇതാണ് നമ്മുടെ ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് ഒന്ന് നോക്കും, എല്ലാവരെയും ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കും, സമ്മർദ്ദത്തിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അതിൽ നിന്ന് മാക്സിമം ഗെയിന് പുള്ളിക്കും പുള്ളിയുടെ കൂടെ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് അമേരിക്കൻസ് ഇതെല്ലാം കോർപ്പറേറ്റ് വാർഫെയർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞത്. നമ്മൾ കാണുന്ന ലോകത്തിന്റെ എല്ലാ തലസ്ഥാനത്തു നിന്നും, ലോകരാജ്യങ്ങളുടെ എല്ലാ തലസ്ഥാനത്തു നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കോർപ്പറേറ്റ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. അത് ഇന്ത്യ ആയാലും ശരി, പാകിസ്ഥാൻ ആയാലും ശരി, എല്ലാ ഹെഡ് ഓഫ് സ്റ്റേറ്റും അവർ നിലനിൽക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കുറെ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുക, അവർക്ക് ബിസിനസ് ഉണ്ടാക്കുക, പിന്നെ എന്നൊക്കെയുള്ളൊരു താല്പര്യത്തോടു കൂടിയാണ് എല്ലാ പ്രസിഡൻസും പ്രൈം മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് സ്റ്റേറ്റ്സും എല്ലാം ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവർ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഇതുപോലുള്ള ഡീലുകൾ, കരാറുകൾ പിന്നെ ഉണ്ടാക്കിയെടുക്കാനും ഒപ്പുവെക്കുവാനും പരസ്പരം അവർക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന, അവരുമായിട്ട് അടുത്തു നിൽക്കുന്ന കോർപ്പറേറ്റ് ഹൗസസിന് അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻസിന് കൂടുതൽ ഡീലുകൾ ഉണ്ടാക്കിയെടുക്കാനും പ്രയോജനം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് അവതരിപ്പിക്കാനും ഒക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് പറഞ്ഞ മീറ്റിങ്ങുകൾ, ഹെഡ് ഓഫ് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മീറ്റിങ്ങുകൾ. രാജ്യത്തിന്റെ താല്പര്യത്തെ, ഒരു രാജ്യം മൊത്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ രാജ്യത്തിന്റെ താല്പര്യത്തെ സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടോ അല്ല ഈ കാണുന്ന പ്രകടനങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് സൗദി അറേബ്യ ആയാലും ശരി, അമേരിക്ക ആയാലും ശരി, ഇന്ത്യ ആയാലും ശരി, പാകിസ്ഥാൻ ആയാലും ശരി, ഏത് രാജ്യവും ഏത് രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പ്രൈം മിനിസ്റ്റർ, പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പ്രൈം മിനിസ്റ്റർ, അമേരിക്കയെ സംബന്ധിച്ച് പ്രസിഡന്റ്, സൗദിയെ സംബന്ധിച്ച് അവരുടെ കിങ്, UAE സംബന്ധിച്ച് അവരുടെ കിങ്. അപ്പം പ്രൈം മിനിസ്റ്റേഴ്സ് ആയിരിക്കാം, പ്രസിഡൻസ് ആയിരിക്കാം, കിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലായിരിക്കും അവരുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് അറിയപ്പെടുന്നത്. അപ്പം ഇതെല്ലാം അവരുടെ രാജ്യത്തിന്റെ എന്ന് പറയുന്ന താല്പര്യത്തിനേക്കാൾ ഉപരി അവരുമായി ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന കുറെ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ട്രംപിന്റെ ഈ ഒരു ഭീഷണി എത്രത്തോളം ഫലവത്താവും നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നൊരു മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപെക് നേഷൻസ് പിന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ അല്പം സമ്മതിച്ചിട്ടുണ്ട്, ട്രംപിന്റെ പ്രഷറിന് വിധേയമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഏപ്രിൽ ഓടുകൂടി ഒരു ചെറിയ ഉൽപ്പാദനത്തിലൊരു ചെറിയ വർധനവ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ഈ തീരുമാനം OPEC+ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് ട്രംപിന്റെ പ്രഷർ, തീർച്ചയായിട്ടും അമേരിക്കയുടെ പ്രഷർ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഡിമാൻഡിനെ പൂർണ്ണമായിട്ടും അവർക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പം ഏപ്രിലിലെ അവരുടെ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടി അവർ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ ട്രംപ് നമ്മൾ പറഞ്ഞ സൗദി അറേബ്യയുടെ $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് $1 ട്രില്യൺ ആക്കണം എന്നുള്ള ഒരു ഹാർഡ് നെഗോസിയേഷൻ. ട്രംപ് കോൾസ് ഫോർ $1 ട്രില്യൺ സൗദി ഇൻവെസ്റ്റ്മെന്റ്, ലോവർ ഓയിൽ പ്രൈസസ്. എണ്ണവില കുറയ്ക്കുക. എണ്ണവില കുറയ്ക്കണമെങ്കിൽ സൗദി ഏറ്റവും നടക്കുന്നുള്ളൂ. കാരണം സൗദിയാണല്ലോ അവിടുത്തെ കിങ് മേക്കർ എന്ന് പറയുന്നത്. വലിയ രാജ്യവും പവർഫുൾ ആയിട്ടുള്ള സ്വാധീനമുള്ള രാജ്യവും സൗദി ആയതുകൊണ്ട് തീർച്ചയായിട്ടും സൗദിക്കാണ് അതിനകത്ത് കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സൗദിയോടാണ് ഏറ്റവും കൂടുതൽ പറയാൻ സാധ്യതയുള്ളത്. അപ്പം സൗദിയുടെ പ്രൊപ്പോസ് ചെയ്ത $600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് $1 ട്രില്യൺ ആക്കണം എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം അത് മെറ്റീരിയലൈസ് ആകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ ആൻഡ് ഹാവ് എ നൈസ് ഡേ.